ഹലോ നമസ്കാരം. ചന്ദ്രകന്ത ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ അടുത്തതായി വരുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വളരുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും ഏത് തരത്തിലുള്ള അവസരമാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ പോലെ 3 ഗ്രൂപ്പുകൾ ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും ഓരോ ചാംസും ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ തേടിയെത്തുന്ന അവസരം എന്താണ് എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ കരിയറിൽ അടുത്തതായി അവർ തേടിയെത്തുന്ന അവസരം എന്താണ്? Okay, clarify the 9 of Wands. നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സപ്പോർട്ടിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ രൂപത്തിലോ അല്ലെങ്കിൽ ഇതൊരു അവസരമായിട്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ്. ഇത് എന്തിനു വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കരിയറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി കാണുന്നു. ഓക്കെ, വ്യക്തത കുറവ് കാണുന്നുണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന മേഖലയിൽ തന്നെ തുടരണോ വേണ്ടയോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല മുന്നോട്ട് എങ്ങനെയാ പോകേണ്ടതെന്നുള്ളത് കരിയറിൽ. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഞാൻ കാണുന്നു. ആ വ്യക്തത കുറവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു ചാലഞ്ചിങ് പീരീഡ് ആയിട്ട് വളരെയധികം ഒരു സ്ട്രഗിൾ ഉള്ള ഒരു സമയമാണ് കരിയറിൽ എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ലാക്ക് ഓഫ് ക്ലാരിറ്റി മൂലമുള്ള സ്ട്രഗിൾസ്, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒന്നില്ലെങ്കിൽ ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സപ്പോർട്ട്, ഒരു ഹെൽപ്പ് നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ യെസ്, നിങ്ങൾ എന്താണോ ജോലിയിൽ ആഗ്രഹിക്കുന്നത്, കരിയറിൽ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു കൺഫ്യൂഷനും ഈ സ്ട്രഗിൾസും ഒക്കെ മാറി അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് ഡെഫിനറ്റ്ലി ഒരു ന്യൂ എനർജി ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ എന്താ പറയാ, ഞാൻ കേൾക്കുന്നത് ചിലർക്ക് ഇത് ഓൾറെഡി ഒരിക്കൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരമാണ്, അത് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഓക്കെ, ഒരു ന്യൂ എനർജി. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് ശരിക്കും ഒരു ന്യൂ സ്റ്റാർട്ടാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോലിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, കുറേ കൂടെ ഗ്രോത്ത് ഉള്ള എക്സ്പാൻഷൻ ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അല്ല, ഇനി നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ഏത് ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യണം, എന്തിനു വേണ്ടി പഠിക്കണം, അല്ലെങ്കിൽ ഏത് ഒരു ഇതിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്, ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടോ, അപ്പോൾ ഓൾറെഡി ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു പുതിയ ജോലിക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു അവസരം തന്നെ തിരികെ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോബ്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ജോലി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ പാത്ത്, ഒരു ന്യൂ കരിയർ പാത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരിക, അല്ലെങ്കിൽ ഉള്ള എക്സിസ്റ്റിംഗ് കരിയറിൽ തന്നെ കുറേ കൂടെ ഗ്രോത്ത് ഉള്ള, കുറേ കൂടെ എക്സ്പാൻഷൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പൊസിഷനിലേക്ക് മാറുക, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, അതിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുന്നത്. സംതിങ് യു വിഷ്ഡ് ഫോർ എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ അത്രയും ആഗ്രഹിച്ചത് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് ഒരുപാട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ഒരു ഓഫറും കൂടിയാണ്, ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് കേട്ടോ. ഇത് നിങ്ങൾ പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നും കൂടെ എനിക്ക് കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളത് ലഭിക്കുമ്പോൾ തന്നെയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ ആവുള്ളൂ. നിങ്ങൾക്കൊരു
ഒരു എന്താ പറയാ, ഒരു തരത്തിൽ നിങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്നില്ല എന്നും കൂടെ എനിക്ക് കാണുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം. പിന്നെ ദിസ് ഈസ് യെസ്, ഇതൊരു ഹീലിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾ അത് കടന്നു വന്നിരിക്കുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളോട് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിലൂടെ അതിനൊരു ഹീലിംഗ് വരികയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ എന്താ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളോട് നിരാശപ്പെടരുത് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി കിട്ടുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബിൽ നിങ്ങളുടെ സ്വപ്നം എന്താണ് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതിന് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ നിൽക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്താലാണ് എനിക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സ് പറയാണ് നിരാശപ്പെടേണ്ട. നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കരിയറിലെ സ്വപ്നം എന്താണോ അതിലേക്ക് എത്താൻ വേണ്ടുന്ന അവസരം നിങ്ങളിലേക്ക് സമയമാകുമ്പോൾ എത്തിച്ചേരും. യൂണിവേഴ്സ് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സിനെ അത് ചെയ്യുന്നതിന് നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശം. നിങ്ങൾ അതിനെ അനുവദിക്കണം. അപ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്നതാണ്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കരിയർ എന്ന് കാണുന്നു. കരിയറിലായിരിക്കട്ടെ, ആ വർക്ക് പ്ലേസ്, വർക്ക് എൻവയോൺമെന്റ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്നതായിരിക്കും എന്നും കൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സംതിങ് വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നും കൂടെ ഞാൻ കേട്ടു. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട്, ഓക്കെ, അണ്ടർലൈൻ എനർജി നോക്കൂ, നൈറ്റ് ഓഫ് കോയിൻസ്. ഇത് കാണുന്നതിന് മുന്നാണ് എനിക്ക് മെസ്സേജ് തന്നത്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ ഒരു മാറ്റത്തിന്, ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിന്. ഓക്കെ, നിങ്ങൾ ഒരുപാട് തരത്തിൽ പല രീതിയിൽ പല വഴികളും പരീക്ഷിച്ച് നിങ്ങൾ ചിലപ്പോൾ കുറച്ചധികം നാളായിട്ട്, വർഷങ്ങളായിട്ട് ചിലപ്പം ഈ ഒരു മാറ്റം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ക്ഷമയോടെ ഇരിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരുമ്പോൾ, ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുമ്പോൾ, ഈ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ കരിയർ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും ഇത്രയും നാൾ കാത്തിരുന്നതിന് ഉള്ളതുണ്ട്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ എന്താണ് കാത്തിരുന്നതിനേക്കാൾ ഏറ്റവും മികച്ചതാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇത്രയും നാൾ നിങ്ങൾ ആ കരിയറിൽ നിങ്ങൾ കടന്നു പോന്നിട്ടുള്ള സ്ട്രഗിൾസ്, ആ ഒരു നിങ്ങൾ കാണിച്ചിട്ടുള്ള ക്ഷമ, ഓക്കെ, നിങ്ങൾ ആ ഒരു പരിശ്രമിച്ചത് എത്ര എന്താ പറയാ, ഒരു തരത്തിലുള്ള റിസൾട്ട് കണ്ടില്ലെങ്കിലും, ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ നേരിയ ഒരു പ്രകാശം പോലും കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളത് കൈവിട്ട് കളഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു റിവാർഡ് തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമാകുന്നതാണ് എന്നും കൂടെ യൂണിവേഴ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലൂടെ ഈ ഒരു കരിയർ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾ ഒരുപാട് അറിവുകൾ നേടുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അറിവുകൾ നിങ്ങൾ നേടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് നിങ്ങൾ കുറേം കൂടെ എന്താ പറയാ കരിയറിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു വിസ്ഡം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പെർട്ടീസ്, സം ലെവൽ ഓഫ് എക്സ്പെർട്ടീസ്, ഓക്കെ, നിങ്ങൾക്ക് ഒരു രീതിയിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആകുക എന്നൊക്കെ പറയില്ലേ, ആ തരത്തിലൊരു വളർച്ച നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ദർ ഇസ് മച്ച് മോർ എന്നും കൂടെ ഞാൻ കേൾക്കുന്നു. അതായത് കുറേം കൂടി ഇനിയും ഉണ്ട്, എല്ലാം യൂണിവേഴ്സ് ഇപ്പൊ തന്നെ റിവീൽ ചെയ്യുന്നില്ല എന്നും കൂടെ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കൂടെ ഇതിൽ ഇൻവോൾവ് ആണ്. നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. അതായത് ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക ഇൻ ദ സെൻസ്, ശരിയാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള ക്ലൂ തന്നിട്ടുണ്ടാവും, നിങ്ങളത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അത് ആ വിശ്വസിക്കാതെ തോന്നുന്നതും ഡിവൈൻ പ്ലാന്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ പറയും. കാരണം ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ അത്രയും ഒരു കംപ്ലീറ്റ് സർപ്രൈസ് എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഇനി അത്രയും സ്പിരിച്വലി അവെയർ ആണ്, അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ എപ്പോഴെങ്കിലും യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിനെ വിശ്വസിക്കാൻ പറയുന്നു. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ്, അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ആൻസൈറ്റിനെയാണ് നിങ്ങളിപ്പോൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു ആൻഷ്യസ് സൈഡിനെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചധികം ഒരു ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് കാണുന്നു, കുറച്ചധികം നിങ്ങളൊന്ന് കെയർലെസ് ആകുന്നതായിട്ട് കാണുന്നു. അത് പാടില്ല.
ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് സത്യമാണ്, അതിനെ എന്താ പറയാ, ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് റിലാക്സ്. നിങ്ങൾക്ക് ഇനി ഞാൻ എന്തൊക്കെയോ ചെയ്യേണ്ടതുണ്ട്, എന്നാൽ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം എൻ്റെ കരിയറിൽ ഉണ്ടാകുള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തത എൻ്റെ കരിയറിൽ ലഭിക്കുള്ളൂ, അതുവഴി ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സ്വപ്നം കാണുന്ന ആ നിലയിലേക്ക് എൻ്റെ കരിയറിൽ എനിക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തമാണെങ്കിൽ അത് നിങ്ങളുടെ ആൻസൈറ്റി മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എന്താ പറയാ, അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റി ഒന്ന് സ്വസ്ഥമായിരിക്കേണ്ട സമയമാണ്. എത്രത്തോളം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ഇത് ഗുണകരമായിരിക്കും. അത്രത്തോളം നിങ്ങൾ ആ ഒരു വരുന്ന അവസരത്തിനോട് അലൈൻഡ് ആകുന്നത്, എളുപ്പത്തിൽ അലൈൻഡ് ആകുന്നതിന് അത് സഹായിക്കും. പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, എത്ര നിങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നേ കൂട്ടി അറിഞ്ഞ് അതിന് വേണ്ടി പരിശ്രമിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ, അതിനെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചാലും, നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് മൂൺ കാർഡാണ്. ഓക്കെ, ലെറ്റ് മീ ഷോ യു. കണ്ടോ, ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഹിഡൻ. നിങ്ങളിൽ നിന്ന് വളരെയധികം ഇത് യൂണിവേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ, യു ആർ ഓൾറെഡി പ്രിപ്പയർഡ്. നിങ്ങൾ ഓൾറെഡി അത് പ്രിപ്പയർഡ് ആണ്, നിങ്ങൾ ഓൾറെഡി റെഡി ആണ് അതിന്. ഓക്കെ, അപ്പം 11:11 ആണ് ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയം. ആൻഡ് യു നോ ദാറ്റ് നിങ്ങൾ അതിന് റെഡിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണെന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ആ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട്. യു നീഡ് ടു ട്രസ്റ്റ് ദാറ്റ്. അതിനെ വിശ്വസിക്കുക. അതിനെ വിശ്വസിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിനോട് അലൈൻഡ് ആകാൻ പറ്റുള്ളൂ. നിങ്ങളോട് പറയുന്നത് ഫോക്കസ് ഓൺ യുവർ ഓൺ ഇമോഷൻസ്. നിങ്ങളുടെ ഇമോഷൻസിനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സമാധാനം നിറഞ്ഞ ഒരു സിറ്റുവേഷനിലായിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഡാംസർ ഇൻ ഡിസ്ട്രസ് എനർജി വേണ്ട എന്ന് ഞാൻ കേൾക്കുന്നു. ഞാൻ കണ്ട സമയം 11:55 ആണ്. അതായത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കാണ്ട് എനിക്ക് ഇതിൽ നിന്നൊരു മോചനം ഇല്ല എന്നുള്ള ഒരു എനർജി, അതാണ് ഡാംസർ ഇൻ ഡിസ്ട്രസ് എനർജി. ഓക്കെ, അത് വേണ്ട എന്ന് നിങ്ങളോട് പറയാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ കരിയറിൽ കൊണ്ടുവരാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി കേപ്പബിൾ ആണ്. നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് യു ഹാവ് ഓൾറെഡി ഡൺ ദാറ്റ്. നിങ്ങൾ അത് ഓൾറെഡി ചെയ്ത് കഴിയുകയും ചെയ്തു. ഓക്കെ, ഇനി ഉള്ള സമയം എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് നിങ്ങൾ ഇരിക്കുക, യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതിന് അനുവദിക്കുക എന്നുള്ളതാണ്. എന്ത് തന്നെയാണോ യൂണിവേഴ്സ് കരിയറിൽ കൊണ്ടുവരുന്ന ഈ ഒരു അവസരം, ഈ ഒരു പുതിയ തുടക്കം, അതുവഴി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ പുതിയ തുടക്കം, അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഇറ്റ്സ് അറൌണ്ട് ദ കോർണർ. ഓക്കെ, അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കരിയറിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർലൈൻ എനർജി വേൾഡ് ആണ്. ഒരു പക്ഷേ യാത്രയും റീലൊക്കേഷനും ഇതിനോട് അസോസിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഈ ഒരു അവസരത്തിന്റെ ഭാഗമായിട്ട് മാറാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന ഒരു അവസരം നിങ്ങളുടെ കരിയറിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്കത് കിട്ടുമ്പോൾ, നിങ്ങളത് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നിറഞ്ഞ, ആത്മസംതൃപ്തി നിറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ പോസിറ്റീവ് ഹൈ വൈബ്രേഷണൽ ഫേസ്, അതിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോൾ അതിന് റെഡി ആവുക. ദിസ് ഈസ് എ സർപ്രൈസ്. യൂണിവേഴ്സ് നിങ്ങളെ ഡെഫിനറ്റ്ലി അതിന് സർപ്രൈസ് ചെയ്യും. പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് സർപ്രൈസ്. ഓക്കെ, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണ്. എന്താ പറയുക, പ്യുവർ ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണ്. സംതിങ് യു ആർ റെഡി ഫോർ. ഓക്കെ, ഈ ഒരു ബോധ്യം എപ്പോഴും മനസ്സിൽ ഉണ്ടാവുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാനുള്ള ഒരുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള തീയതികൾ എന്ന് പറഞ്ഞാൽ 3, 5, 7, 8,
16, 21, 24, 26, 28. നിങ്ങളുടെ ജനന തീയതി ഇതിലുണ്ടാകാം. നമുക്ക് ബുധനാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ ജനിച്ച ദിവസം ബുധനാഴ്ച ആകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് തുലാം, വൃശ്ചികം. നിങ്ങൾ ജനിച്ച മാസം ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. പിന്നെ ജന്മനക്ഷത്രം ചതയം, രോഹിണി, അനിഴം, ചോതി, ഉത്രം, പൂയം, അവിട്ടം, ഉത്രാടം, തൃക്കേട്ട, ഭരണി, വിശാഖം. ഇനി നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ല, ഹ, ല, വ, ർ, ധ, ഠ, ങ, ൽ, സ, ധ, ഭ, ട. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ള ലെറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്റെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കരിയറിൽ അടുത്തതായി വരുന്ന അവസരം എന്താണ്? എന്തായാലും ആഘോഷിക്കാനുള്ള ഒരു വകയാണ് എന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ അത് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു. യെസ്, ഡെഫിനറ്റ്ലി പ്രോഗ്രസ് തന്നെയാണ് കേട്ടോ. ഫാസ്റ്റ് പ്രോഗ്രസ് എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, ന്യൂ ജോബ് ആയിരിക്കാം. ഓക്കെ, ഈ ഒരു അവസരം എന്ത് തന്നെയാണെങ്കിലും അത് ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രസീവ് ആണ്, അത് പ്രോഗ്രസ് ആണ്. നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുവരുന്ന ഒരു അവസരം തന്നെയാണ് കരിയറിൽ. നിങ്ങൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം. അതിനും ഒരു സാധ്യത കാണുന്നു. കുറേയും കൂടെ ഒരു ബാലൻസ്ഡ് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ കരിയറിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഒക്കെ ഒന്ന് എൻഡ് ചെയ്യുന്ന, ആ സ്ട്രഗ്ലിങ്ങിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, കരിയറിലുള്ള സ്ട്രഗിൾസ് എല്ലാം മാറി ഇപ്പോൾ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി എത്തുന്ന സിറ്റുവേഷൻ, സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ കുറേ കൂടെ സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങളുടെ കരിയർ മാറുന്നതായിട്ട് കാണുന്നു. ഇതൊരു പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, നിങ്ങൾ ഇതുപോലെ ഒരു കരിയർ സ്റ്റെബിലിറ്റി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചധികം നാളായിട്ട് നിങ്ങൾ അതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഓക്കെ, റിസൾട്ട് കാണാതിരിക്കുന്ന, അങ്ങനെ കുറേ നാളായി പരിശ്രമിച്ചിട്ട് റിസൾട്ട്സ് ഒന്നും കിട്ടാത്തൊരവസരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതാണ് അവസരം. നിങ്ങൾ പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഈ വരുന്ന പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ്, ദിസ് ഇസ് മോർ ദാൻ വാട്ട് യു വിഷ്ഡ് ഫോർ. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, കരിയറിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് കൂടുതലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. യെസ്, ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്, ബട്ട് ഇൻ എ ഹയർ ലെവൽ, ഇൻ എ ബിഗർ ലെവൽ. ഓക്കെ, വലിയ രീതിയിലുള്ള ഒരു ആഗ്രഹ സബലീകരണം എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇതിലൂടെ നിങ്ങൾ കുറേം കൂടെ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നതായിട്ട് കാണുന്നു, നിങ്ങളുടെ മനസ്സ് ഒരുപാട് ശാന്തമാവുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിലും കുറേം കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഭാവിയെ കുറിച്ച് നോക്കുമ്പോഴും വളരെ ഒരു പോസിറ്റീവായിട്ട്, ഓക്കെ, ഒരു തരത്തിലുള്ള ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഒരു പീസ്ഫുള്ളി ഭാവിനെ നോക്കി കാണാണ്. അവിടെ ഒരു ടെൻഷനും ഇല്ല, ഭാവി എന്താകും, കരിയറിൽ ഇതിലൂടെ പോയാൽ എങ്ങനെയാകും എന്നുള്ള ടെൻഷനൊന്നും ഇല്ല. കാരണം നിങ്ങൾക്ക് അറിയാം ഭാവി സേഫ് ആണ്. ഓക്കെ, സേഫ് ആണ്, സെക്യൂർ ആണ്, അത് ബ്യൂട്ടിഫുൾ ആണ്, അതും നിങ്ങൾക്കറിയാം. ഓക്കെ,
അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസരം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലൂടെ ഏറ്റവും കൂടുതൽ എന്താ ലഭിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനമാണ്. അപ്പൊ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒട്ടും സമാധാനമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ എന്ന് എനിക്ക് കാണുന്നു. അപ്പം അതിൽ നിന്ന് അതിൻ്റെ ഒരു അവസാനം ആ ഒരു സമാധാനക്കേട് ഇല്ലാണ്ടാവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ സമാധാനം വരുന്നു, നിങ്ങൾ കൂടുതൽ ഒരു സ്വസ്ഥമാകുകയാണ് ചെയ്യുന്നത്, മനസ്സ് സ്വസ്ഥമാകുന്നു, മനസ്സിന് ആ ഒരു മനസ്സിൽ ഈ ഒരു ഭാരം എന്ന് നമുക്ക് കാണാൻ ചിലപ്പോൾ മനസ്സിന്റെ ഭാരം തന്നെ ആയിരിക്കാം, അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു അവസരം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്തുള്ളതാണ് കേട്ടോ. ഇത് ഒരു ഫയറി എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്താണ് ഒരുപാട് ഗ്രോത്ത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു, എക്സ്പാൻഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതിലുപരി ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ ചാപ്റ്റർ ആണ് നിങ്ങളുടെ കരിയറിൽ കാത്തു നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളോട് സ്ട്രെസ്ഡ് ആകരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് സാധിക്കുമോ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവാനായിട്ട് ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, നെഗറ്റീവായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. നിങ്ങളോട് അതൊക്കെ മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചിന്തകൾ വേണ്ട എന്ന് നിങ്ങളോട് പറയുന്നു. യെസ്, ദിസ് ഈസ് വാട്ട് യു വിഷ്ഡ് ഫോർ. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കരിയറിൽ ഇതിലൂടെ നിങ്ങൾക്ക് ആ ഒരു വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പൊസിഷനിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ആ ചിന്തകളിലൂടെ ഒരു നെഗറ്റീവ് ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ആയിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതിനെ തള്ളിക്കളയാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ചുറ്റുമുള്ളവരായിരിക്കും ഈ ഒരു അവസരത്തെ കുറിച്ച് പറയുമ്പം എന്താ പറയാ ഒരു നെഗറ്റീവ് സെൻസിൽ കൂടുതൽ സംസാരിക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസൺ ടു യുവർ ഗട്ട് ഫീലിംഗ്. ഓക്കെ, അവർ പറയുന്നത് അങ്ങനെ ശിരസാ വഹിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്ത് പറയുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ഗ്രൗണ്ടഡ്. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആവുക, അഹങ്കരിക്കുക, അതൊന്നും പാടില്ല. ഓക്കെ, ആസ് ഗ്രൗണ്ടഡ് ആസ് പോസിബിൾ അതാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. വളരെ പക്വതയോടെ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. ശരിയാണ്, നിങ്ങൾ ആഗ്രഹിച്ചതിനും കൂടുതലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇത് നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക, യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഓക്കെ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഇതാണ് നമുക്ക് പ്രത്യേകം കാണാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കരിയറിൽ ഒരു മാറ്റം അല്ലെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു ലക്ഷ്യം വെച്ച് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നതെന്ന് ചോദിച്ചാൽ യെസ്, ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്തുന്നത്, ബട്ട് ഇൻ എ ഡിഫറെന്റ് വേ. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയമാണ് 23 ഒരു വ്യത്യസ്തമായ വഴിയിലൂടെയാണ് നിങ്ങളുടെ ആഗ്രഹ സബലീകരണം തന്നെ നടക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താ പറയാ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിലല്ല എന്ന് മാത്രം. ഓക്കെ, ആൻഡ് അത് ആ ഒരു പ്രതീക്ഷിച്ച രീതിയിലല്ല എന്നുള്ളത് കൊണ്ട് ഇതിനെ തള്ളിക്കളയാനും പാടില്ല. ഇത് നിങ്ങൾ സ്വീകരിക്കണം. ഇത് ചിലപ്പോൾ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ബട്ട് യു നീഡ് ടു ആക്സെപ്റ്റ് ദിസ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു ജൂനിയർ പൊസിഷൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു ബിഗിനർ ലെവൽ ആയിരിക്കാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ബട്ട് അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് കാണുന്നു. ദിസ് ഈസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഡിവൈൻ അലൈൻമെന്റ്, ഡിവൈൻ പ്ലാൻ പ്രകാരം ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് നിങ്ങളോട് അലൈൻഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു അവസരം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ കട്ട് ചെയ്തപ്പോൾ കണ്ടത് സൺ കാർഡാണ്. ഇത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു അവസരം തന്നെയാണ്. അനാവശ്യമായിട്ട്, അതായത് ഇതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, ഇതുപോലെ അല്ല വരേണ്ടത്, ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് അതിനെ ഉപേക്ഷിക്കാതിരിക്കുക. ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ആ വരുന്നതിന് അതിനെപ്പോലെ തന്നെ സ്വീകരിക്കാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ചിലപ്പോ ഇതിലൂടെ കിട്ടുന്ന ഒരു എന്താ പറയാ
ആ ഒരു റീലൊക്കേഷൻ, ഇപ്പൊ ട്രാവൽ ഇൻവോൾവ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ട്രാവൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥലം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക മീൻസ് നിങ്ങൾ അവിടെ അത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലം, നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിങ്ങൾ ഇതുവരെ ചെന്നിട്ടില്ലാത്തൊരു സ്ഥലത്തിലേക്കായിരിക്കാം, പക്ഷേ അത് സ്വീകരിക്കുക, പോവുക. ഓക്കെ, ആ ഒരു എന്താ പറയുക, കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഒരു തരത്തിലും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ ഏത് വിധേനയും നിയന്ത്രിക്കാനോ നിഷേധിക്കാനോ ശ്രമിക്കാതിരിക്കുക എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ട് നൽകുന്ന, ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു കരിയർ എക്സ്പാൻഷൻ, കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് സംതിങ് സ്പെഷ്യൽ ആണ്. ഓക്കെ, സംതിങ് യു ഡിസേർവ്. ഓക്കെ, അത് വേറൊരു രീതിയിലും ഈ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതിലൂടെ നിങ്ങൾ ആ ഒരു എക്സ്പാൻഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷൻ നിങ്ങളുടെ കരിയറിൽ എവിടെയാണ് നിങ്ങളുടെ ആ ഒരു അൾട്ടിമേറ്റ് ഗോൾ, ഇതിലൂടെ ഈ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിലൂടെ പോകുമ്പോൾ അത് കുറേം കൂടി ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നിങ്ങൾ അവിടെ എത്തും. ഓക്കെ, അല്ല നിങ്ങൾ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് കുറേം കൂടെ ഒരു സ്ട്രഗ്ലിംഗ് ആയിരിക്കും. കുറേം കൂടെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഇതാണ് യൂണിവേഴ്സ് വിചാരിച്ചു വെച്ചിട്ടുള്ള ഒരു പ്ലാൻ. അപ്പൊ ആ പ്ലാനിന്റെ ആദ്യ പടിയാണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സോ അത് വരുമ്പോൾ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഭയം ആയിരിക്കാം കൂടുതൽ ഉണ്ടാവുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇത് ശരിയാവോ, എനിക്കവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറെ ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാം. ഓക്കെ, പക്ഷെ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, അതന്നെ ഫോക്കസ് ചെയ്ത് അത് സത്യമാണ്, അതന്നെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അത് ഉള്ളിലത്തെ പേടിയാണ് എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് നിങ്ങളായിട്ട് തേടി പോകുന്ന ഒരു അവസരമല്ല എന്നുകൂടി എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തേടി കണ്ടെത്തുന്നതല്ല, ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ അവിടെ തന്നെ അവിടെ ഡിവൈൻ പ്രസൻസ്, ഡിവൈൻ്റെ ഒരു എന്താ പറയുക ഇടപെടൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെ അനുവദിക്കുക എന്നുള്ളതാണ്. അത് കൂടെ മുന്നോട്ട് പോവാ, എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാലോ. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും മോശമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇതിലൂടെ ഒരു കാര്യമായ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എന്ന വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സിന്, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് ഓക്കെ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറുന്നതായിട്ട് കാണുന്നു കരിയർ ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കരിയറിലും ആസ് വെൽ ആസ് നിങ്ങളിലും സംഭവിക്കുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു യുവർ കരിയർ സംഭവിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ എന്താ പറയാ, അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവുക. ആ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അതിനെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയണ്ടേ ഗൈഡൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി. ഇതൊരു സംതിങ് യു ഷുഡ് സെലിബ്രേറ്റ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. സംതിങ് ദാറ്റ് ഡിമാൻഡ്സ് സെലിബ്രേഷൻ, something that is making you free, something that is bringing more stability in your career, something that is going to bring more peace, serenity to your life as well as to your career situation. Okay, something that is offering എന്താ പറയാ ഗ്രോത്ത്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ. അപ്പോൾ ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുമ്പോൾ അത് വരുന്ന രീതി ഞാൻ വിചാരിച്ച പോലെയല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അതേ പൊസിഷൻ എനിക്ക് കിട്ടിയില്ല, ഞാൻ വിചാരിച്ച സമയത്തല്ല വന്നത് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് അതിനെ തള്ളിക്കളയരുത്, തട്ടി മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ലഭിക്കാൻ പോകുന്ന അവസരം. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലോസ് എടുക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലോസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ 5, 7, 9, 10, 18, 25,
30. ഓക്കെ, നിങ്ങളുടെ ജനന തീയതി ഇവിടെ ഉണ്ടാവാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മിഥുനം രാശി, വൃശ്ചികം രാശി. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിലാണ് ജനിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. മകരം, മേടം. നിങ്ങളുടെ ജനനമാസം മകരം അല്ലെങ്കിൽ മേടം ആയിട്ട് കാണുന്നു. ജന്മനക്ഷത്രം അവിട്ടം, അത്തം, ചിത്തിര, തിരുവാതിര. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്രം ആയിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ദിവസങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ദിവസമായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഹ, ജ, ഞ, ൺ, ബ, ഢ, ഘ, ആ, ട, ഭ, ന. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാവാം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻസിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3യുടെ കരിയറിൽ അടുത്തതായി വരുന്ന അവസരം എന്താണ്? ഓക്കെ, അടുത്തതായിട്ടുള്ള അവസരം ഏസ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി എന്ന് കാണുന്നു. അത് പ്രൊമോഷൻ, ന്യൂ ജോബ്, ന്യൂ കരിയർ പാത്ത്, ഓക്കെ, എന്ത് വേണമെങ്കിലും ആവാം. ബട്ട് ദിസ് ഇസ് നോട്ട് സംതിങ് യു ആർ സീയിങ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു അവസരം എന്ന് കാണുന്നു. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഹിഡൻ ആണ് എന്ന് കാണുന്നു. അതേസമയം ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ കരിയറിൽ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക്, നിങ്ങൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫേസ് ഏതാണോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങളത് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു എൻഡിങ് ഉണ്ട്. ആ എൻഡിങ്ങിലൂടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ഉള്ളതായിട്ടുള്ള അൺവാണ്ടഡ് എനർജീസും അതിൽ കൂടെ പോകും. മനസ്സിലായില്ലേ? സി, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കരിയർ ലെവലിൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് എത്തിക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഇസ് സംതിങ് യു വിഷ്ഡ് ഫോർ, ദിസ് ഇസ് സംതിങ് യു മാനിഫെസ്റ്റ് എന്നും കൊണ്ട് കിട്ടുന്നു. അപ്പോൾ നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾ വളരെ ഒരു സർപ്രൈസിങ് എലമെന്റ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ അതിന് വളരെയധികം റെഡി ആയിരിക്കും. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അവിടെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡിഫറെൻ്റ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രീവിയസ് റീഡിങ്സിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ചില ഓപ്പർച്യൂണിറ്റി വരുന്നത് റെഡി ആവാത്ത അവസ്ഥ കാണുന്നു. ഓക്കെ, അതായത് അത് വരുമ്പം സംഭവം നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അത് പ്രിപ്പയർഡ് അല്ല അത് ആക്സെപ്റ്റ് ചെയ്യാനും ഒന്നും. ഓക്കെ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനുള്ള ടെൻഡൻസി, ഇതൊക്കെ നമുക്ക് കണ്ടതാണ്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ അങ്ങനെയല്ല. യു ആർ റെഡി. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, വളരെ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റീനെ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് ദിസ് ഇസ് സംതിങ് യു ആർ മാനിഫെസ്റ്റിംഗ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ എന്താ എക്സ്പെക്ട് ചെയ്യുന്നല്ലേ? പക്ഷേ ഇവിടെ ആ ഒരു ഹിഡൻ കണ്ണ് കെട്ടിയിരിക്കുന്നുണ്ടല്ലേ, അതായത് ഇത് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ടോട്ടൽ സർപ്രൈസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഇത് ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ്, ഞാൻ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്, പക്ഷെ ഇത് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എൻ്റെ ലൈഫിലേക്ക് വരും, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അത് വരും ഞാൻ വിചാരിച്ചില്ല. അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ഡെഫിനറ്റ്ലി സംതിങ് ഈസ് ഹിഡൻ അലോങ് വിത്ത് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, കിങ് ഓഫ് കോയിൻസ്, ക്ലാരിഫൈ ദ കിങ് ഓഫ് കോയിൻസ്. യെസ്, ഇത് നിങ്ങൾക്ക് എന്താ പറയാ, യെസ്, നിങ്ങൾ അതിന് റെഡി ആയിരിക്കും. നിങ്ങൾക്ക് വളരെയധികം ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും തരും എന്ന് കാണുന്നുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കരിയറിൽ റീസെൻ്റ്ലി ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഈ ഏറ്റവും അവസാനമായിട്ട് കരിയറിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു വരിക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല.
അതിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഓവർകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ അതിനോടൊരു യു മേഡ് പീസ് വിത്ത് ഇറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതായത് നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ അത്രയും എഫക്ട് ചെയ്തിട്ടുള്ള ഒരു, നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുള്ള ഒരു സന്ദർഭം നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. അതിനൊരു ഹീലിംഗ് ആണ്. ആ ഒരു വേദന ഉണ്ടായപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, കരിയറിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ആഗ്രഹമാണ് ഇപ്പൊ സബലീകരിക്കുന്നത്. അതാണ് ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തതായിരിക്കാം. നമുക്ക് നൈറ്റ് ഓഫ് വാൻസ് കൂടെ കിട്ടുമ്പോൾ അതാ തോന്നണേ. അതായത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വലിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് കരിയറിൽ, ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാ. പിന്നെ മാത്രമല്ല, ആ ഒരു സിറ്റുവേഷൻ തുടങ്ങി നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അത് കടന്നു വന്നിട്ടുള്ള ആ ഒരു പാത, ഓക്കെ, അതിന്റെ ഒക്കെ ബേസിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു റിവാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിനെ പറയാം. ദിസ് ഈസ് എന്താ പറയുക, ഗോയിങ് ടു സർപ്രൈസ് യു ഇൻ എ പർട്ടിക്കുലർ വേ. ഓക്കെ, ഒരു പ്രത്യേക രീതിയിൽ ഈ പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതാണോ എന്ന് ചോദിച്ചാൽ യെസ്, ബട്ട് അതിലൊരു സർപ്രൈസ് എലമെന്റ് വളരെ സ്ട്രോങ് ആണ്. ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ച് ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അവസരം വരുന്നത്. കരിയറിൽ നിങ്ങൾക്ക് ഇതൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ന്യൂ ചാപ്റ്റർ, ന്യൂ ബിഗിനിങ്, അതാണ് നിങ്ങളുടെ കരിയറിലേക്ക് വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ കരിയറിൽ ഒരു ന്യൂ ബിഗിനിങ് നൽകുന്ന ഓപ്പർച്യൂണിറ്റി. ദാറ്റ് ഈസ് സംതിങ് വർത്ത് സെലിബ്രേറ്റിംഗ്. നിങ്ങൾ ആഘോഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇത് ഒരു ചോയ്സിന്റെ ഫോമിൽ വരുന്നു എന്ന് കൂടെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പൊ വിച്ച് മീൻസ് ഇത് നിങ്ങളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കല്ല, നിങ്ങൾക്ക് ഇതൊരു ചോയ്സ് ആയിട്ടാണ് വരിക. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. ഓക്കെ, ബട്ട് യു ഷുഡ് ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ് ദിസ്. ഇത് ആക്സെപ്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഇതിലൂടെയാണ് നിങ്ങളുടെ കരിയർ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. ഇതിലൂടെയാണ് നിങ്ങൾ കരിയറിൽ മുന്നോട്ട് പോകുന്നത്. പ്രോഗ്രസ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പ്രോഗ്രസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യു. ദിസ് ഈസ് ലൈക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് വളരെ അബണ്ടന്റ് ആണ് എന്ന് കാണുന്നു. എല്ലാം കൊണ്ടും സമൃദ്ധിയായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്യാതെ, ഓക്കെ, ആൻഷ്യസ് ആവാതെ ഈ ഓപ്പർച്യൂണിറ്റീനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ബി ബ്രേവ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റെഡി ആയിരിക്കും, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. ബട്ട് സ്റ്റിൽ 9 of Swords വരുമ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്കൊരു സംശയമോ അല്ലെങ്കിൽ ബാക്ക് ഔട്ട് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാകാം. അതുകൊണ്ടാണ് 9 of Swordsന്റെ പ്രസൻസ് ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തു പറയണേ, അങ്ങനെ ഉണ്ടായാലും കം ബാക്ക് ടു യുവർ പവർ, കം ബാക്ക് ടു യുവർ എനർജി. ഓക്കെ, ആ ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ഒരു എന്താ പറയുക സ്ട്രെങ്ത് റിയലൈസ് ചെയ്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഈ ഓപ്പർച്യൂണിറ്റി എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയാൻ വന്നതാണ്, ദിസ് ഇസ് ഗിവിംഗ് യു പവർ. ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പവർ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ലീഡർ എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് പവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വി ഗോട്ട് ദ എംപറർ. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ, അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിക്കാവുന്ന, ഓക്കെ, നിങ്ങളുടെ കരിയറിൽ തന്നെ ആ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഒരുപാട് ഉയരങ്ങൾ നിങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വിട്ടുകളയാതിരിക്കുക. ഓക്കെ, ഒരു ഘട്ടത്തിലും ബാക്ക് ഔട്ട് ചെയ്യാൻ പാടില്ല, മുന്നോട്ട് തന്നെ പോകണം. നിങ്ങൾ ഇത്രയും നാളും ആ ഒരു നിങ്ങളുടെ കരിയറിൽ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എല്ലാം ഈ ഒരു അവസരം എന്താ പറയാ, അത് സ്വീകരിക്കുന്നതിനും അതിലൂടെ മുന്നോട്ട് പോകുന്നതിനും വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു യൂണിവേഴ്സ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസും ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾസും നിങ്ങളുടെ കരിയറിൽ ഈ ഒരു മൊമെന്റ് വരെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് അത് വളരെ അത്യാവശ്യമാണ്. അതിലൂടെ കിട്ടുന്ന ആ ഒരു ധൈര്യം, ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആത്മവിശ്വാസം, അതിലൂടെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ സ്വയം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഓൺ പവറിൽ നിങ്ങൾ നിൽക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് വേണം, നിങ്ങളിൽ അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. അപ്പോഴേ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അന്ന് നിങ്ങൾക്ക് ആ വേദന ഉണ്ടായപ്പോൾ, നിങ്ങൾക്ക് ആ ഒരു സങ്കടം ഉണ്ടായപ്പോൾ, അന്ന് നിങ്ങൾ ഈ ഒരു പവറിൽ എത്തിയിട്ടില്ല. നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന വേർഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല.
നിങ്ങൾ ആ സമയത്ത് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതാണ്. കാരണം നിങ്ങൾ ആ വേർഷനിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ കറന്റ് ഏത് വേർഷനിലാണോ ആയിരിക്കുന്നത്, അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, വളരെ സക്സസ്ഫുൾ, വളരെ ഒരു എന്താ പറയാ, ഞാൻ സക്സസ്ഫുൾ ആകുന്ന ഒരു സ്ട്രോങ് ബിലീഫ് ഉള്ള, വളരെയധികം ആത്മവിശ്വാസവും ധൈര്യവുമുള്ള ഒരു വ്യക്തി. ഓക്കെ, ടെൻഷൻസ് ഇല്ലാണ്ടല്ല, പക്ഷെ ആ ടെൻഷൻസ് ഒന്നും ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ട്രോങ് ബിലീഫ് തന്നെയുണ്ട്, നിങ്ങൾ വിജയിക്കും, നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നുള്ള ആ ഒരു സ്ട്രോങ് ബിലീഫോട് കൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ നിങ്ങൾ കൈവിട്ടിട്ടേ ഇല്ല. അത്രയും വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിലും യൂണിവേഴ്സിലും ഉണ്ട്. ഈ ഒരു എനർജി ഇതിലേക്ക് നിങ്ങൾ അന്നേ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ പിന്നാലെ തന്നെ വളരെ വൈകാതെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്തുമായിരുന്നു. പക്ഷെ നിങ്ങൾ അന്നത്തെ നിങ്ങളുടെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ധൈര്യമോ ആത്മവിശ്വാസമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് കൊണ്ടുതരാഞ്ഞത്. കാരണം നിങ്ങളിൽ നിൽക്കില്ല, നിങ്ങളിൽ നിന്ന് കൈവിട്ടു പോകും. അപ്പൊ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാണ് പിന്നെ ആ മൊമെന്റ് തൊട്ട് ഈ ഒരു സമയം വരെ, ഈ അവസരം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഈ റീഡിംഗ് കേൾക്കുന്നത് വരെയുള്ള സമയത്തില് യൂണിവേഴ്സ് എന്താ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പൊ ആ പ്രിപ്പറേഷന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ വന്ന് നിൽക്കണേ. ഓക്കെ, നിങ്ങൾക്ക് അതിന് മാത്രം എനിക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിയലൈസ് ചെയ്യും. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങും, നിങ്ങളിലുള്ള മാറ്റം. ഓക്കെ, അത് നിങ്ങൾ തന്നെ കാണും നിങ്ങളുടെ മുന്നിൽ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അപ്പൊ അതുകൊണ്ട് മനസ്സമാധാനത്തോടെ ആയിരിക്കാൻ പറഞ്ഞു. ഇതിലൂടെ, ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. കാരണം എംപ്രസ് കാർഡ് കിട്ടിയതാണ്, വളരെ അബണ്ടന്റ് ഓഫർ ആണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അത് കൂടാണ്ട് എന്താ പറയാ, നിങ്ങൾ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇതിനെല്ലാം മുകളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത, മാനസിക പിരിമുറുക്കം ഒക്കെ പോകുന്നുണ്ട്. നിങ്ങൾ വളരെ ഒരു സ്വസ്ഥമായ സമാധാനം നിറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് കരിയറിൽ എത്തുന്നത്. ഓക്കെ, ഒരുപാട് നിങ്ങൾ മുന്നോട്ട് കോൺഫിഡൻ്റ്ലി പോകുന്നതായിട്ട് കാണുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വളരെയധികം നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് കരിയറിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന പോലെ ആയിരിക്കില്ല, നിങ്ങൾ കുറേ അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. കുറേ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് ദൂരം നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്. വാവ്, ഒരുപാട് ദൂരം നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു റൈസിങ് ഫേസ് ആണ്. കരിയറിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട ഡെസ്റ്റിൻഡ് ആയിട്ട്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. അതിലേക്ക് എത്തുന്നതിന്റെ ആദ്യ ചുവട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഫേസിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിലൂടെ. ഇതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ടോപ്പ് ലെവൽ പൊസിഷൻ ഉണ്ട്, അവിടേക്ക് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, സംതിങ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്ന ഒരു പൊസിഷനാണ്. അത്രയും ഹയർ ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാ, അത് നിങ്ങൾ പോവുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കൊണ്ടത് പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ വൺസ് ഈ ഓപ്പർച്യൂണിറ്റി വന്ന് നിങ്ങൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി എന്ന് പറയുന്ന പോലെ പിന്നെ അവിടെ നിങ്ങളുടെ എല്ലാം സംഭവിക്കും. അതങ്ങനെയാണ്. ഓക്കെ, സൺ കാർഡ് വെച്ച് എൻഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും നിങ്ങളുടെ കരിയറിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ പേരിൽ ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. എല്ലാം കൊണ്ടും നിങ്ങളുടെ കരിയറിലെ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ തുടങ്ങുന്നത് ഈ ഒരു അവസരത്തിലൂടെയാണ്. അത് വരുമ്പോൾ അതിനെ കൈവിടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഓൾറെഡി അത് സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഏതോ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ബാക്ക് ഔട്ട് ചെയ്യണമെന്ന് തോന്നാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എടുത്തു പറയുന്നത് അത് ചെയ്യരുത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ക്യാപ്സൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? Okay.
ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടായിരിക്കും 9, 12, 14, 18, 22, 25, 26, 27, 31. ഓക്കെ, പിന്നെ തിങ്കൾ, ബുധൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച ദിവസം ആകാൻ സാധ്യതയുണ്ട്. രാശികൾ കിട്ടിയിട്ടുള്ളത് കന്നി രാശി കിട്ടിയിട്ടുണ്ട്, കർക്കടകം രാശി കിട്ടിയിട്ടുണ്ട്, മകരം രാശി. ഇതിലേതെങ്കിലും രാശിയിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് കർക്കടകം, മകരം, മീനം, മേടം, ചിങ്ങം, കുംഭം. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമായിരിക്കും. പിന്നെ നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് ചിത്തിര, അവിട്ടം, പൂയം, കാർത്തിക, ഉത്രട്ടാതി, ഭരണി. ഇനി നമുക്ക് ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇ, ഇൻ, ര, ധ, ഠ, എ, ച, മ, ഈ, ക, ബ, ആ, പ, ത, ഉ, സ, വ, ന, ശ. ഓക്കെ, ഇതിൽ നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങളോ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, ഇതാണ് നിങ്ങൾക്കുള്ള കാപ്സ്യൂൾ ക്ലൂസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻസിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.